பெரியவா காலில் விழுந்து நமஸ்காரம் பண்ணிக்கோமா, ஆசீர்வாதம் வாங்கிக்கோ. நல்லா இருமா. உன் பேர் என்னம்மா? ருக்மிணி. அழகான பேர். எந்த காலேஜ்லயாக்கும் நீ படிச்சது? ஆர்ட்ஸ் காலேஜ்ல. எந்த வருஷம்? 74. பின்னையே மேல எம்ஏ படிக்கலை? அது வந்து அது அந்த കോളേജില് അവ പഠിക്കുന്ന സബ്ജക്റ്റില് എംഎ കിടയാത്. വെളിയൂർക്ക് വിടുறதுக்கு മനസ്സ് വരലേ വിശു. ഒരേ ഒരു பொண்ணல்லவா? கரெக்ட் வைத்தி, கரெக்ட். ஏமா அப்படின்னா நீ டே ஸ்காலரா இருந்துதான் படிச்சிருக்கணும். ஏன்னா ஹாஸ்டல்ல விடுறதுக்கு வைத்திக்கு மனசு வந்திருக்காது இல்லையா மணி? சார். ஆமா, அப்போ கல்யாணம் ஆனதுக்கு அப்புறம் பொண்ணே நம்ம ஆத்துக்கு அனுப்ப மனசு வருமோ? பாலுக்கு அவனுக்கு என்னடா பொண்ணோட ஏதாவது பேச வேண்டியிருந்தா? அந்த மாதிரி கெட்ட பழக்கமெல்லாம் என் பையனுக்கு கிடையாது. ஆனாலும் நம்ம முன்னாடியே ஏதாவது பேச வந்திருந்தா பேசலாமே. பேசுறதுக்கு என்னடா இருக்கு? ஏடா ராஸ்கல், என்ன நினைச்சிட்டு இருக்க? என் பிள்ளைய நான் அப்படியே வளர்த்திருக்கேன். இந்த மாதிரி பெரியவாளோட வந்து பொண்ணை பாக்குறது சரி. ஆனா கல்யாணத்துக்கு முந்தைய பொண்ணோட தனியா பேசணுங்கிறது, கல்யாணத்துக்கு முந்தைய பொண்ணை அழிச்சு வெளியில போகணுங்கிறது, இதெல்லாம் அசிங்கம்டா, அசிங்கம். பொண்ணுக்கு பேச தெரியும், நாம எல்லாரும் கேட்டாச்சு. கைகால ஊனம் இல்லாம நன்னா இருக்கா, நடந்தே காட்டிவிட்டா. பாக்கி விஷயங்களை நானும் வைத்தியம் தானே பேசிக்கணும். அப்பா பாலு, ஏதாவது கேட்டுக்கோ. வேணப்பா. பாத்தியா வைத்தி எப்படி இருக்கா என் பிள்ளைன்னு? உன்ன மாதிரி முட்டாள் இல்ல அவன். ஐயோ, பாலுதான் என்கிட்ட வந்து சொல்லியாச்சு பொண்ணோட பேசணும், அப்பா கிட்ட பெர்மிஷன் வாங்கி கொடுக்கணும். உன்னோட சேர்ந்து அவனும் முட்டாளாயிட்டான். என்ன கேட்கணுமோ கேட்டுக்கோ. വേറെ ചോദ്യമൊന്നും സ്റ്റോക്കില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് കാലി. പുതുതായി വല്ലതും ആലോചിച്ചുണ്ടാക്കി വെറുതെ വാല് മുറിഞ്ഞ് ചളവാണ്ടെന്ന് വിചാരിച്ചു. സിമ്പതി കിട്ടാൻ കുറച്ച് ഹ്യൂമർ വിളമ്പാന്ന് കരുതി. എന്നിട്ട് நான் கேட்க நினைச்சதெல்லாம் அப்பாவே கேட்டாச்சு. அதுக்கு மேல கேட்கறதுக்கு எனக்கு ஒண்ணுமே இல்லை. ഷൈൻ ചെയ്തു എന്ന് വിചാരിച്ച് അങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് പുലിയുടെ ഒറ്റ കാച്ച്. അതോടുകൂടി ഞാൻ തവിട് പൊടി ഫിനിഷ്ഡ്. இத பாரு பாலு, இதே கேள்விகளே 30 வருஷத்துக்கு முன்னால நான் பொன் பார்க்க போன போது அலமேலுவை, அதான உங்க அம்மாவை கேட்கணும்னு தயார் பண்ணி வச்சிருந்தேன். ஆனா பாரு, உங்க தாத்தா ஹரிஹர பாலசுப்ரமணியம் எல்லா கேள்வியும் அவரே கேட்டுட்டார். எனக்கு இன்னைக்கு தான் சான்ஸ் கிடைச்சிருக்கு. நீ கவலைப்படாத, உனக்கும் ஒரு நாள் நிச்சயமா சான்ஸ் கிடைக்கும். கேள்விகள் எல்லாம் நல்லா நோட் பண்ணி வச்சிருந்து அப்ப கேளு. அப்பா இருந்ததுக்கு அப்புறம் അമ്മാവെ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അന്ന് അവൾ ഗർഭിണിയായിരുന്നു. ഞാൻ അന്ന് വെല്ലൂരിൽ MCH പഠിക്കുന്ന കാലം. ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ. അത് മതിയെന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി. എന്നുമുള്ള അവളുടെ കോലമിടി മറുനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി. വയ്യായികകൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു, സന്തോഷത്തോടെ.
മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും. ആ കാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം വന്ന് അവതരിക്കുന്നത്. കാരിയറിലോ? ആമാ, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ അമ്മാവക്ക് ഒരാശ, ഒരു മസാല ദോശ സാപ്പിടണമെന്ന്. വയറ്റിൽ കിടക്കുന്ന നിന്നെ പോലൊരു തിരുമാലിയല്ലേ, തോന്നാതിരിക്കോ? പപ്പടത്തിനിടയിലായിട്ട് കാരിയറിലൊരു കുറിപ്പ്. വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം. അയ്യോ പാവം. പാവം നീ കേക്ക്. രുക്മിണിയുടെ കാരിയർ വന്നാല് കൂട്ടുകാര്, പ്രത്യേകിച്ച് ഈ പെൺവർഗം, അതാദ്യം തുറന്നു നോക്കും. അവളുടെ വെജിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയിൽ. ആമാണ്ടാ, രുക്മിണിയുടെ പ്രേമകടിതം ചെന്ന് പെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യില്. കാഞ്ഞിരപ്പള്ളിക്കാരി നസ്രാണിച്ചിക്ക് കുരുമുളകിന്റെ എരിവാ നാക്കിന്. ഒന്നിന് പകരം 13 മസാല ദോശ വാങ്ങിച്ചിട്ടേ തല ഊരാൻ പറ്റിയുള്ളൂ. 12 അവറ്റകൾക്ക്, ഒന്ന് പാവൻ രുക്കുവിന്. പ്രസവം അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു. സീമന്തം, വളകാപ്പ് എല്ലാം സമ്മതിച്ചു. പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം. ഈ മാമൂലും ആചാരവും ഒക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ശടിച്ചു. ചേടാ, ഇവന്റെ ടെൻഷനും വെപ്രാളും കാണുമ്പോഴാ ഇതാ ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവ വേദന അനുഭവിക്കുന്നതും പ്രസവിക്കാൻ പോകുന്നതും. അകത്ത് ലേബർ റൂമിൽ കിടന്ന് ഞെരിപരി കൊള്ളുന്നത് എന്നോട് വൈഫാക്കും രുക്മിണി. മഞ്ഞ് കിടയാതെ എനിക്ക് അല്പം ടെൻഷനൊക്കെ ഉണ്ടാവും. മണിയെന്നാവുകൊന്നും ഇരിക്കാതെ. ചേടാ, ഇവനെ അഡ്വൈസ് പണ്ണ വന്നത് പെരിയ തപ്പാ പോച്ചേ. കൺഗ്രാറ്റ്സ് ബാലു, ഇറ്റ്സ് എ ബോയ്. ഓ, ആൺകുഴന്തയാക്കുമാ? ஆமாங்க. രുക്മിണി, 2 பேரும் சௌக்கியம், நார்மல் தான். கடவுளே. அம்மா குழந்தை கிருஷ்ணனே வந்து பிறந்திருக்காண்டா. ஆண்டவா. പൂര നക്ഷത്രം, ശുഭജനനം, ദീർഘായുസാക്കുമേ. உங்க ஆசை மாதிரியே ஆண் குழந்தை. சந்தோஷம் தானே? സന്തോഷം. മതിമറന്നുള്ള ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. സ്വർഗം പോലുള്ള ആ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് വരെ അസൂയ തോന്നി. വെറും ഒരു പനിയായിട്ടാണ് തുടങ്ങിയത്, കാര്യമാക്കിയില്ല. മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയയായി. രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി. പക്ഷേ சாகரத்தை பத்தி எனக்கு கவலை இல்லை. நீங்க வருத்தப்படக்கூடாது. எத்தனையோ ஜென்மத்துல கிடைக்காத அன்பும் அமைதியும் உங்ககிட்ட இருந்து கிடைச்சது. அதுவே தாராளம். நம்ம ராஜு அவனை விட்டு போறதுக்கு தான் நான் இல்லாத குறை அவன் மனசுல வரவே கூடாது. அவன் படிச்சு பெரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன்.